എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. സത്യത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിച്ചു, മറിയത്തെ പുകഴ്ത്തിയാൽ യേശു കൂടുതൽ അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. മറിയത്തെ കൂടുതൽ പ്രഘോഷിച്ചാൽ യേശു കൂടുതൽ പ്രഘോഷിക്കപ്പെടും. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 487 ഖണ്ഡികയിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ മെത്രാന്മാരോടും രേഖാമൂലം അഭിപ്രായം ചോദിച്ച ശേഷം മാത്രമാണ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്, 22 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇതിലെ പ്രധാന വിഷയങ്ങളെപ്പറ്റി എല്ലാ മെത്രാന്മാരും ദൈവശാസ്ത്രന്മാരുടെ അഭിപ്രായം രേഖാമൂലം മേടിച്ച് അത് റിവ്യൂ ചെയ്ത ശേഷമാണ് ഈ പുസ്തകത്തിന് അന്തിമ രൂപം കൊടുത്തിരിക്കുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പയായിരുന്നു പ്രധാനമായിട്ട് പ്രവർത്തിച്ചത്. ഇപ്പോഴത്തെ വിയന്നയിലെ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഷൺബോൺ ആയിരുന്നു അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്. 100 കണക്കിന് ദൈവശാസ്ത്രന്മാർ പങ്കാളികളാണ്. ആ പുസ്തകം സഭയുടെ ഔദ്യോഗിക പുസ്തകമാണ്, സഭയുടെ ഡിക്ഷണറിയാണിത്. അതിൽ പറയുന്നതാണ് 487, മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം മറിയം സെപ്പറേറ്റ് അല്ല, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് മറിയത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം മറിയമാണ് ക്രിസ്തുവിനെ ലോകത്തിന് തന്നത്. ക്രിസ്തു രഹസ്യമാണ് സുവിശേഷ പ്രഘോഷത്തിൻ്റെ കാതൽ, പാസ്കൽ മിസ്റ്ററീസ്. കർത്താവിൻ്റെ മനുഷ്യാവതാരവും കർത്താവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും, കർത്താവിൻ്റെ സഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ആത്മാവിനെ അയക്കലും, ഇതാണ് സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഏക കാതൽ. ഈ വക രഹസ്യങ്ങളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടതും ഏറ്റവും ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളവളും മറിയമാണ്. അതുകൊണ്ടാണ് ഈ വലിയ ദൈവശാസ്ത്രന്മാരും വലിയ പണ്ഡിതരും എല്ലാ വിശുദ്ധരും പ്രധാനപ്പെട്ട എല്ലാ മാർപ്പാപ്പമാരും ഈ മറിയത്തെ ഏറ്റവും വലിയ എവാഞ്ചലിസ്റ്റായിട്ട് കാണുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കും. ഇത് പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, മറിയത്തെ പറ്റി ചിലർക്ക് ഭക്തി കൂടിപ്പോയിട്ട് മറുകണ്ഠം ചാടും. ഞാൻ അമേരിക്കയിലെ അർക്കൻസാസ് സ്റ്റേറ്റിലെ ലിറ്റിൽ റോക്ക് എന്ന് പറയുന്ന രൂപതയിൽ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്തു. അപ്പം അവിടുത്തെ സ്റ്റേറ്റ് പത്രത്തിൽ ആ രൂപതയിലെ പ്രായം ചെന്ന 4 കന്യാസ്ത്രീകളെ ഔദ്യോഗികമായി മഹറോൻ ചൊല്ലി എന്ന വാർത്ത വന്നു. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു നഗരത്തിലെ വിശ്വാസികൾക്ക് ഒരുപാട് ഒരു കാലത്ത് ഉത്തേജനം കൊടുത്ത സിസ്റ്റേഴ്സ് അവർ 4 പേരും 80 വയസ്സിന് മുകളിലുള്ളവർ. ഇവർ വിശ്വസിച്ചിരുന്നത് കാനഡയിലുള്ള ഒരു വിഷണറി മറിയത്തെ പറ്റി പറഞ്ഞതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ പ്രാന്ത് കുറച്ചധികം ഉണ്ട്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ വിഷണറിമാർ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുമുണ്ട്. അപ്പോൾ ഈ വിഷണറിയെ പറ്റി ഭയങ്കര അഭിപ്രായ സിസ്റ്റർമാർക്ക്.
അപ്പം അവരുടെ വികാരിച്ചൻ ഫാദർ ജോസഫ് പോൾമേയർ. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് വികാരിച്ചിന് മനസ്സിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മെത്രാൻ അറിയിച്ചു. ഒരു സാധുവായ വളരെ കരുണയുള്ളൊരു പിതാവാണ് ബിഷപ്പ് സാർട്ടിൻ പീറ്റർ. അദ്ദേഹം സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്താണ് മറിയത്തെ പറ്റി വിചാരിക്കുന്നത്? അവർ പറഞ്ഞു കൊടുത്തു. അഭിമന്യ പിതാവ് പറഞ്ഞു, സിസ്റ്റേഴ്സ്, ഇത് വിശ്വാസവിരുദ്ധമായ ചിന്തയാണ്, നിങ്ങൾ ഉപേക്ഷിക്കണം. അവർ പറഞ്ഞു, പിതാവിനോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവുമാണെങ്കിലും പിതാവിന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് കുറവാണെന്ന് തോന്നുന്നു. ആ വിഷ്ണറിക്കാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ വെളിപാട്, അതുകൊണ്ട് ഞങ്ങൾ അതേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പാവം മെത്രാൻസൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബെനഡിക്ട് മാർപ്പാപ്പ വിവരം അറിയിക്കാതിരിക്കാൻ പറ്റും. മെത്രാൻസനാണ്, ബിഷപ്പാണ്, ആ രൂപതയുടെ വിശ്വാസ സംരക്ഷകൻ. അതുകൊണ്ട് ഉടനെ അദ്ദേഹം ഉള്ള സത്യം മാർപ്പാപ്പയെ അറിയിച്ചു. മാർപ്പാപ്പ ഒരു ദൈവശാസ്ത്ര സംഘത്തെ തന്നെ, സിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ്, ഒരു ദൈവശാസ്ത്ര സംഘത്തെ തന്നെ റോമായിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നു. ഒരു കർദിനാളായിരുന്നു ആ സംഘത്തലവൻ. അവർ വന്ന് ഇവരെ വെറുതെ മഹ്റം ചൊല്ലാനൊന്നും പോയില്ല, ഇവരുടെ അടുത്ത് വന്ന് ഇവർക്ക് പറയാനുള്ള എല്ലാം കേട്ടു. അതിനുശേഷം അതിൻ്റെ അപകടത്തെപ്പറ്റി ഈ ദൈവശാസ്ത്ര സംഘം ദിവസങ്ങളോളം എടുത്ത് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സഭ മഹറോൻ ചൊല്ലിയെന്ന് മാത്രമല്ല, അർക്കൻസാ സ്റ്റേറ്റ് ഗസറ്റ് എന്ന പത്രത്തിൽ അവരുടെ പേരും വിവരവും പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഈ പാവപ്പെട്ട വിശ്വാസികൾ അവരുടെ അടുത്ത് പിന്നെയും പോകും, പൊട്ടത്തരം പഠിച്ചു വയ്ക്കും. എന്താ പറഞ്ഞറിയാമോ? ത്രിത്വത്തിലെ ഒരാളാണ് മാതാവെന്നാണ് ഈ മിഷണറി പറഞ്ഞു കൊടുത്തത്. ശരിയാണോ? പച്ചക്കള്ളം. മറിയം നമ്മളെപ്പോലെയുള്ളൊരു സൃഷ്ടിയാണ്. പക്ഷേ അവളെ പ്രസാദവര സമൃദ്ധി കൊടുത്ത് ദൈവം ഉയർത്തി എന്നുള്ളതാണ് സത്യം. പ്രസാദവര സമൃദ്ധി കൊടുത്ത് ഉയർത്തിയതിൻ്റെ പേരിൽ അവൾ ദൈവമാവുകയില്ല, ദൈവത്തിന് സമാനയാവുകയുമില്ല. അത് കേട്ടാൽ അവളായിരിക്കും പൊട്ടിക്കരയാൻ പോകുന്നത്. വിനീതരിൽ അങ്ങേറ്റം വിനീതയും കർത്താവിൻ്റെ ദാസിയുമായ മറിയം ചങ്കടിച്ച് കരയും. അങ്ങനത്തെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ എസ്റ്റീവിലേക്ക് പോകാൻ പാടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പം മറിയം യേശുക്രിസ്തുവിനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നുള്ളതാണ് കാര്യം. റൊസാരിയം വെർജിനിസ് മരിയ എന്ന തിരുവെഴുത്തിൽ 13-ാമത്തെ ഖണ്ഡികയിൽ ജോൺ പോൾ പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ മറിയം അനാവരണം ചെയ്യുന്നു. ക്രിസ്തുവിനെ ഏറ്റവും അഗാധമായിട്ട്, ഏറ്റവും വ്യക്തിപരമായിട്ട് അനുഭവിച്ച മറിയത്തിന് മാത്രമേ അത് പറ്റുള്ളൂ. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, ഈ പെസഹ രഹസ്യങ്ങൾ ജപമാലയിലൂടെ ധ്യാനിക്കുന്നത് വഴി അവയുടെ രക്ഷാകര ശക്തി തുറന്നു കിട്ടുന്നു. അപ്പൊ ക്രിസ്തു ലോകത്തെ വീണ്ടെടുത്ത ക്രിസ്തുവാ, മറിയമല്ല. ക്രിസ്തുവാ ലോകത്തെ വീണ്ടെടുത്തു. പക്ഷെ ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കാൻ നിർവഹിച്ച പെസഹ രഹസ്യങ്ങൾ, അതിൽ മറിയം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ചേർച്ച് എന്ന് പറയുന്ന 2-ാം വത്തിക്കാൻ സുവർണദോസിൻ്റെ പ്രമാണരേഖയിൽ 58-ാമത്തെ ഖണ്ഡികയിൽ അത് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. പെസഹ രഹസ്യങ്ങളുടെ നിർവഹണത്തിൽ കന്യകാമറിയം വഹിച്ച അതുല്യ പങ്ക് മൂലമാണ് മറിയത്തെ സഭ ആദരിക്കുന്നത്. സെന്റ് തോമസ് അക്വീനാസ്, അഗസ്റ്റിന് കഴിഞ്ഞ പിന്നത്തെ ഏറ്റവും വലിയ പ്രബോധകനാണ്. അദ്ദേഹം 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടി: ദൂളിയ, ലാത്രിയ, ഹൈപ്പർ ഡൂളിയ. ഗ്രീക്ക് വാക്കാണ്. ദൂളിയ എന്ന് പറയുന്നത് വിശുദ്ധർക്ക് നൽകുന്ന വണക്കമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ മികവ് കാണിച്ച് വിശുദ്ധർ, ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ മികവ് കാണിച്ച് വിശുദ്ധർ. അതുകൊണ്ട് അവർ ആദരിക്കപ്പെടണം. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആദരത്തിൻ്റെ പേരാണ് ഡൂളിയ അല്ലെങ്കിൽ വണക്കം. ദൈവത്തിന് മാത്രം നൽകേണ്ടതാണ് ആരാധന. അത് വണക്കമല്ല, ആരാധനയാണ്. അതുകൊണ്ട് അതിനുപയോഗിച്ച വാക്കാണ് ലാത്രിയ, LATRIA. മറിയം ദൈവമല്ലാത്തത് കൊണ്ട് ലാത്രിയ നൽകാൻ പാടില്ല.
ക്രിസ്തുവിനെ അനുകരിക്കുക മാത്രമല്ല അവൾ ചെയ്തത്. അതുകൊണ്ട് ഡൂളിയ മതിയാവുകയില്ല. അതുകൊണ്ട് അവൾക്ക് ഹൈപ്പർ ഡൂളിയ കൊടുക്കണം എന്ന് സെന്റ് തോമസ് അക്വീനസ് ദൈവശാസ്ത്രത്തിന് വാദിച്ചു. സഭ അംഗീകരിക്കുകയും ചെയ്തു. ഉന്നത വഴക്കം കൊടുക്കണം അവൾക്ക്. കാരണം എന്താണ്? അവൾ രക്ഷകന്റെ രക്ഷാകര കർമ്മങ്ങളിൽ അവൾ മാത്രം യുണീക്ക്, അവൾ മാത്രം ഒരു പ്രത്യേകമായ രീതിയിൽ സഹകരിച്ചു. ആ സഹകരണത്തിൻ്റെ വിശദാംശം രണ്ടാമത്തേക്ക് സുവർണദോസ് പിതാക്കന്മാർ സഭയിൽ ഇങ്ങനെ പഠിപ്പിച്ചു. 58-ാം ഖണ്ഡികയിൽ തൻ്റെ ഏകജാതനോടുകൂടി ദൈവിക പദ്ധതിക്കനുസൃതമായി നിഷ്ഠൂര വേദനകൾ സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിലകൊണ്ടു. അവിടെ അവൾ മാതൃസഹജമായ വികാരങ്ങളോടെ അവിടുത്തെ ബലിയോട് സ്വയം യോജിപ്പിക്കുകയും തന്നിൽ നിന്ന് ജനിച്ച ആ ബലി വസ്തുവിനെ ഹോമിക്കാൻ സ്നേഹ പുരസ്സരം സമ്മതിക്കുകയും ചെയ്തു. ഈ ടെക്സ്റ്റ് ഇത് 1996 ബാംഗ്ലൂർ ധർമാര എന്ന് പ്രസിദ്ധപ്പെടുത്തി. പക്ഷേ ഈ അടുത്ത കാലത്ത് POC ടെക്സ്റ്റ് നവീകരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ഏകജാതനോടുകൂടി ദൈവിക പദ്ധതിക്ക് അനുസൃതമായി നിഷ്ഠൂര വേദനകൾ സഹിച്ചുകൊണ്ട് മറിയം തൻ്റെ പുത്രൻ്റെ ബലിയിൽ സഹകരിച്ചു. സഹകരിച്ചു എന്ന വാക്കാണ്, സഹകരിച്ചു. തൻ്റെ പുത്രൻ്റെ ബലിയിൽ, ലോകരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രൻ്റെ ബലിയിൽ മറിയം സഹകരിച്ചു. എന്താണ് ഈ സഹകരിക്കുക എന്ന വാക്കിനർത്ഥം? ഉദാഹരണം, നിങ്ങളുടെ ഇടവ പള്ളി പൊളിച്ചു പണിയാൻ പോവുക. വികാരിച്ച പറയുക, നമ്മുടെ പള്ളി പൊളിച്ചു പണിയാൻ പോവുകയാണ്, 1 കോടി രൂപ ചെലവ് വരും, അല്ലെ 2 കോടി. നിങ്ങൾ വിചാരിച്ചു 500 വീട്ടുകാരുണ്ട്. അച്ഛൻ പറയാ, നിങ്ങളെല്ലാവരും സഹകരിക്കണം. കുർബാന കഴിയുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന മാത്രം മതിയോ? പിന്നെ എന്ത് ചെയ്യണം? ഈ 2 കോടി അല്ല 1 കോടി വരുന്ന മൊത്തം ചെലവ് നിങ്ങൾ ഇടവക്കാരെല്ലാവരും കൂടെ ഒരു ഷെയർ ഇട്ട് അതിൻ്റെ ഭാരം വഹിക്കണം എന്നർത്ഥം. നിങ്ങൾ ഓരോ കുടുംബവും ഒരു ഷെയർ ഇട്ട് ഈ പള്ളി പണിയുടെ ചെലവിൻ്റെ ഒരു നല്ല ഭാഗത്തിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് തന്നെ അർത്ഥം. മനുഷ്യപരിത്രാണത്തിന് വേണ്ടിയുള്ള യേശുവിൻ്റെ ബലിയിൽ മറിയം സഹകരിച്ചു. ബലി എന്ന് പറഞ്ഞ അർത്ഥം സഹനത്തിൻ്റെ പര്യായമാണ്. കുരിശിൽ മാത്രമല്ല യേശു ബലി അർപ്പിച്ചത്. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോഴാണ് ആദ്യത്തെ ബലി നടക്കുന്നത്. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമാകാതെ ഒരു ആന എറുമ്പാകുന്നതിനേക്കാളും തരം താഴില്ല ദൈവം മനുഷ്യനാകുന്നത്. ഏറ്റവും വലിയ സ്വയം ശൂന്യമാക്കലാണ്. അത് മരണം തന്നെയാണ്. പിന്നീടുള്ള യേശുവിൻ്റെ ജീവിതം മുഴുവനും യഥാർത്ഥ മരണമാണ്. അതിൻ്റെ ക്ലൈമാക്സ് സ്റ്റേജ് മാത്രമാണ് കാൽവരിയിൽ കാണുന്നത്. ഇവിടെയെല്ലാം മറിയം അവൻ്റെ ബലിയിൽ, അവൻ്റെ സഹനത്തിൽ സഹകരിച്ചു. ഷീ ഓൾസോ ടുക്ക് എ ഷെയർ ഓഫ് ഹിസ് റിഡംപ്റ്റീവ് സഫറിങ് എന്ന അർത്ഥം. Mary also took a unique and a big share of the redemptive suffering of Christ. ഇത് എൻ്റെ അഭിപ്രായമല്ല, സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സഭ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു വാക്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവിടെ അവൾ മാതൃസഹജമായ വികാരങ്ങളോടെ യേശുവിൻ്റെ ബലിയോട് സ്വയം യോജിപ്പിക്കുകയും തന്നിൽ നിന്ന് ജനിച്ച ആ ബലി വസ്തുവിനെ ഹോമിക്കാൻ സ്നേഹ പുരസ്സരം. ആ സ്നേഹ പുരസ്സരം വാക്ക് ശ്രദ്ധിക്കണം. തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തുവിനെ, യേശുവിനെ ഹോമിക്കാൻ, വെട്ടി നുറുക്കി കൊന്നു കുഴിച്ചുവിടാൻ, ഹോമിക്കാൻ അമ്മ എന്ത് ചെയ്തു? സ്നേഹപുരസ്സരം സമ്മതിച്ചു എന്ന്. എങ്ങനെ സാധിക്കും അത്? ഈ വാക്യത്തിൻ്റെ അർത്ഥം സെമിനാരി വെച്ചിരിക്കാൻ മനസ്സിലായില്ല. പലപ്പോഴും വായിച്ചിട്ട് മനസ്സിലായില്ല. മനസ്സിലായത് 5-6 കൊല്ലം മുമ്പ് ന്യൂയോർക്കിനടുത്തുള്ള ഒരു പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ സാക്ഷ്യം പറയാൻ വന്നു. അമേരിക്കയിലെ ഒരു നേഴ്സാണ് ആ സ്ത്രീ. അവരുടെ ഏക മകൻ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീ സ്റ്റേജ് വന്ന് കയറിയപ്പോൾ എല്ലാവരും അവരെ ഉറ്റുനോക്കി. അവരൊരു നേഴ്സാണ്. 19-ാമത്തെ വയസ്സിൽ മകൻ മരിക്കുക. 5 വയസ്സുള്ളപ്പോൾ ആ മകന് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. ആ ഇടവക ഇപ്പോഴത്തെ ചിക്കാഗോയിലെ സഹായമെത്രാനായ ജോയ് പിതാവായിരുന്ന ഇടവകയിൽ 10 വർഷത്തോളം വിചാരി. ആ ഇടവക ഞാൻ 2-3 പ്രാവശ്യം പോയി. എനിക്ക് ആ ഇടവക ഒരുമാതിരി അറിയാം. ഒരു ഫാമിലി പാരിഷായിരുന്നു അത്. ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. എല്ലാവരും ഭയങ്കര ബന്ധമാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഈ കൊച്ചിന് 5 വയസ്സുള്ള ബ്രെയിൻ ട്യൂമർ വന്നപ്പോൾ
നേഴ്സായ അമ്മയോട് ഡോക്ടർ പറഞ്ഞു, സാധാരണ ക്യാൻസർ അല്ല ഇത്, മാരകമാണ്, ഇവൻ മരിച്ചു പോകും, രക്ഷപ്പെടുകയല്ല. അന്ന് പോലെ അമ്മ ഇവൻ്റെ മരണത്തിന് ദിവസം കാത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇടവക്കാർ എന്ത് ചെയ്തു, എല്ലാ വീക്കെൻഡിലും ഇവരുടെ വീട്ടിൽ വരും ആശ്വസിപ്പിക്കാൻ. പക്ഷേ ഈ സ്ത്രീ അവിടെ നിന്ന് പരസ്യമായിട്ട് പറയുക, അവർക്ക് അത് ആ കാര്യത്തിൽ ഒരു ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം കിട്ടിയ കാര്യം പറയാൻ വേണ്ടി പശ്ചാത്തലം പറഞ്ഞാൽ കേട്ടോ. ആ സ്ത്രീ പറയുക, വീക്കെൻഡ് ആകുമ്പോൾ എൻ്റെ ചങ്കിടിപ്പ് കൂടും, കാരണം നിങ്ങളൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വരും. വരുന്നതല്ല പ്രശ്നം, നിങ്ങൾ പറയുന്ന വാക്കാ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു വാക്ക് പറയും, വിട്ടുകൊടുക്കടി. കരിസ്മാറ്റിക്കാരെ വെച്ച് കേട്ടാ അത് വിട്ടുകൊടു എന്നതാ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒപ്പം പ്രായമുള്ള സ്ത്രീകൾ വന്നിട്ട് പറയും, എൻ്റെ മകളെ നീ ഒന്ന് വിട്ടുകൊടുക്കടി. എന്ത് വിട്ടുകൊടുക്കാനാ? എപ്പ വേണേലും ക്യാൻസർ രോഗത്താൽ മരിക്കാൻ പോകുന്ന മകൻ മരിക്കാൻ അമ്മയായ നീ മനസ്സുകൊണ്ടൊന്ന് സമ്മതിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. നീ ഒന്ന് സമ്മതിക്കുക, ദൈവം കൊണ്ടുപോയിക്കോട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖഭാവം മാറി. സ്ത്രീകളുടെ ഭാഗത്തേക്ക് വളരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കൈ ചൂണ്ടി പറയുക, നിങ്ങളും മക്കൾക്ക് ജന്മം കൊടുത്തവരല്ലേ, പക്ഷേ എൻ്റെ മകനെ നിങ്ങൾ ആരും പ്രസവിച്ചിട്ടില്ല, ഞാൻ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. വിട്ടുകൊടുക്കും നിങ്ങൾക്ക് പറയും. അത് കേൾക്കുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് കടാര കുത്തി ഇറക്കുന്ന വേദനയാണ് എനിക്ക്. ഇത് കേട്ടപ്പോൾ എനിക്ക് അർത്ഥം മനസ്സിലായി. എന്താണ് പറയുന്നത്? കുരിശൻ ചവിട്ടിൽ തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തുവിനെ ഹോമിക്കാൻ മറിയം സ്നേഹപുരസ്സരം സമ്മതിച്ചു. എന്തുകൊണ്ടാണ് സ്നേഹപുരസ്സരം സമ്മതിച്ചത്? ഇപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കിടക്കണമെന്ന് വിചാരിക്കുക. ഞാൻ പോയി ആ കണമെടുത്തൊരു കാറ് മേടിക്കുകയാണ്. ഞാൻ കരയോ, അയ്യോ എൻ്റെ 10 ലക്ഷം രൂപ പോയേ, കഷ്ടമായേ? ഇല്ല. ആ 10 ലക്ഷം രൂപ ബാങ്ക് കിടക്കുന്നതിനേക്കാളും എനിക്ക് ഏറെ സഹായകരമാണ് ഒരു നല്ല കാറുണ്ടെങ്കിൽ യാത്രയ്ക്ക് സഹായം. അതുകൊണ്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ സന്തോഷപൂർവ്വം, വാസ്തവത്തിൽ സന്തോഷപൂർവ്വമാണ് ആ ബാങ്കിൽ പണം എടുത്ത് കാറ് വാങ്ങുന്നത്. മറിയം അങ്ങനെയാണ് ചെയ്തത്. തൻ്റെ ഏകപുത്രനെ സ്നേഹപുരസ്സരം ഹോമിക്കാൻ തയ്യാറാകാൻ കാരണം പുത്രനെ വിറ്റാൽ നമ്മെ വാങ്ങാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുകയുള്ളൂ. അവൾ അവളുടെ പുത്രനെ അഴിയാൻ സമ്മതിച്ചു. അതുകൊണ്ട് ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഹൗവായുടെ അനുസരണക്കേട് മൂലം ഹൗവ അവൾക്കും മനുഷ്യവർഗം മുഴുവനും നാശകാരണമായെങ്കിൽ മറിയം തൻ്റെ അനുസരണം വഴി അവൾക്കും ലോകത്തുള്ള എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമായി. ഇർനേവൂസ് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരും കണ്ടുപിടുത്തതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ കാലഘട്ടത്തിൽ എനിക്കൊരു എളിയ അഭിപ്രായം നിങ്ങൾ പറയാനുണ്ട്. മറിയത്തിന് അർഹമായ സ്ഥാനം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. മറിയത്തെ ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിർത്തുക. ഹല്ലേലൂയ. നമ്മുടെ ബോണസ് ഒന്നും കൊടുക്കണ്ട, നമ്മുടെ ആരെയും പ്രത്യേക അവതാരിയൊന്നും വേണ്ട. മറിയത്തിന് ദൈവം എന്ത് സ്ഥാനം കൊടുത്തു അത് കൊടുത്ത് സുവിശേഷവേല ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ യുവാക്കന്മാർ അവിടെ യുവജന ധ്യാനം തുടങ്ങിയതിന് കാര്യം ഈ 4-5 യുവാക്കന്മാരുടെ തീഷ്ണതയാണ്. പിന്നീട് ഷാലോം മീറ്റ് എന്ന പേരിൽ ഒരു യുവജന ധ്യാനം ആരംഭിച്ചു. ചെറുതായിട്ട് തുടങ്ങിയ, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിന് വേണ്ടി. പക്ഷേ ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ ആ ഒരു ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായില്ല. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഞാൻ വരുമ്പോൾ ഞാൻ കേട്ടു, യുവജനം നടക്കുന്നുണ്ട്, ആകപ്പാടെ 50 പേര് വരും. എല്ലാ മാസവും 2-ാമത്തെ ശനിയാഴ്ചയുടെ തലേദിവസം വൈകുന്നേരം ഒരു വീക്കെൻഡ് റിട്രീറ്റാണ്. വീക്കെൻഡ് റിട്രീറ്റ് ആയിട്ട് പോലും 50 പേര് വരും, 60 പേര് വരും. ഞാൻ പറഞ്ഞു നമുക്ക് ആ പരിപാടി മാറ്റിക്കണം. കാരണം പരിശുദ്ധാത്മാവ് തന്ന ബോധ്യമാണ്, ആ പരിപാടി വേണ്ട, അത് ക്യാൻസൽ ചെയ്തേക്കാം. നമുക്ക് അവധിക്കാലങ്ങൾ വരുന്നത് വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം പുതുതായിട്ട് ആരംഭിക്കുക. അബൈഡ് ഇൻ മീ ആസ് ഐ അബൈഡ് ഇൻ യു. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങൾ വസിക്കുന്നത് പോലെ. യേശുവിൻ്റെ വചനത്തിൽ എടുത്ത പേരാണത്. അത് ഞങ്ങൾ 300 പേർക്ക് ശുശ്രൂഷ ഒരു ദിവസം ഒരു പ്രാവശ്യം ആരംഭിച്ചു. അന്ന് 600 പേര് വന്നു. അപ്പം അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പാത്രമില്ല, അതിനുള്ള പാത്രമില്ല, കിടത്താൻ സ്ഥലമില്ല. ഉടനെ തന്നെ എറണാകുളത്ത് പോയി പെട്ടെന്ന് ഇതൊക്കെ മേടിച്ചുകൊണ്ട് കിടത്തി. പിന്നത്തെ ധ്യാനത്തിന് അതിലും കൂടി, പിന്നത്തെ ധ്യാനം അതിലും കൂടി. ഓരോ ധ്യാനത്തിലും
വേറെ സംവിധാനമൊന്നുമില്ല ഒരുക്കാനായിട്ട്. കുറച്ച് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തും, കുറേ പോസ്റ്ററൊക്കെ ഇറക്കും. പക്ഷേ ഓരോ ധ്യാനത്തിനും 1000-2000 പേര് വരും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന യുവജന ധ്യാനത്തിൽ 1900 പേരുണ്ടായിരുന്നു. സ്ഥലമില്ലാതെ വിഷമിക്കുക, സ്ഥലവും സൗകര്യവും ഇല്ല. പക്ഷേ ഈ വരുന്നവരെല്ലാവരിലും വരുന്ന മാറ്റം മറിയത്തെ മുൻനിർത്തി ചെയ്യുന്ന ശുശ്രൂഷയായതുകൊണ്ട് ഇവരിൽ വരുന്ന മാറ്റം നമുക്ക് വിസ്മയകരമായി തോന്നും. ഒരിക്കലും പള്ളി കയറാതെ, പള്ളിയെ നിഷേധിച്ച്, ബ്ലാക്ക് മാസ് നടത്തി, സാത്താൻ്റെ സിമ്പലം ധരിച്ച്, മന്ത്രവാദം കൊടുത്തം ചെന്ന് നശിച്ച് നാറാണക്കല്ല് പിടിച്ച് വരുന്നവരെ മറിയം തൻ്റെ കരം പിടിച്ച് പുത്രൻ്റെ മാർവിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്.